മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഡ്യൂട്ടിക്കെത്തിയത് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിക്ക് പുറമെ 525 പോലീസുകാർ. സംസ്ഥാനത്ത് എന്ത് വിവാദമുണ്ടായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടാകുന്ന നടപടി മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യനെ സംരക്ഷിക്കാൻ ഇപ്പോൾ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാകുന്നതിൽ തെറ്റില്ല എന്നാണ് ഇടതുപക്ഷ നയം. അത് തന്നെ എപ്പോഴും ചർച്ചയാകുന്നുമുണ്ട്. ട്രഷറി നിയന്ത്രണം നിലനിന്നാലും ഇല്ലെങ്കിലും എത്ര ലക്ഷം മുടക്കിയും മുഖ്യന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാര്യം. സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുമ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെയാണ് മുഖ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവിട്ട് ഹെലികോപ്റ്ററിന് വാടക നൽകുന്നതും നവകേരള സദസ്സിന്റെ സമയത്ത് സ്കൂൾ മതിൽ പൊളിച്ചതുമെല്ലാം അതിന് ഉത്തമ ഉദാഹരണമാണ്. 1.5 മാസം മുമ്പ് ക്ലിഫ് ഹൗസിൽ സുരക്ഷ കൂട്ടുക എന്ന ലക്ഷ്യത്തിൽ നിലവിലുള്ള ക്യാമറ ഫെസിലിറ്റിക്കൊപ്പം അധികമായി 4.5 ലക്ഷത്തിന്റെ CCTV സ്ഥാപിക്കാൻ ഉത്തരവിട്ടതും നാം കണ്ടതാണ്. ഇതൊന്നും പോരാതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റേഷനുകളിലെയും പോലീസുകാരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വന്നത്. കൊല്ലം എഴുകോണിലെ നെടുവത്തൂരിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെയും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനത്തിനായി എത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാവോയിസ്റ്റ് തീവ്രവാദ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുരക്ഷയ്ക്ക് 525 പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ചെന്ന സ്ഥലങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം തന്നെയുള്ള DYSP ഇൻസ്പെക്ടർ എന്നിവർക്ക് പുറമെയായിരുന്നു ഇത്. മുഖ്യമന്ത്രി യാത്ര ചെയ്ത MC റോഡിലും പങ്കെടുത്ത സ്ഥലങ്ങളിലുമായി 525 പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇതിൽ 200-ലധികം പേരെ തിരുവനന്തപുരം റൂറലിൽ നിന്നുള്ളവരാണ്. സമീപകാല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ സാധ്യതയുണ്ട്, മാവോയിസ്റ്റ് തീവ്രവാദ ഭീഷണിയുണ്ട് എന്നെല്ലാം കാണിച്ചുകൊണ്ട് കൊല്ലം റൂറൽ SP തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടികളൊക്കെ. നിലവിൽ മുഖ്യമന്ത്രിക്ക് Z+ സുരക്ഷയാണുള്ളത്. ഇതിനു പുറമെയാണ് ഇത്രയും പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി എത്തിച്ചത്. മുഖ്യമന്ത്രി സഞ്ചരിച്ച റൂട്ടിന് പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സമാന്തര റൂട്ട്, ഹെലിപ്പാഡ് എന്നിവയെല്ലാം സജ്ജമാക്കുകയും ചെയ്തിരുന്നു. മന്ത്രിമാർക്ക് സുരക്ഷ അനുവാദമില്ലാതെ മന്ത്രിയുടെ അടുത്തേക്ക് ആരെയും വിടരുത്, മുഖ്യമന്ത്രിയുടെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അതിനും പ്രത്യേക സുരക്ഷ നൽകണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അഡീഷണലായി വേറെയും ഉണ്ടായിരുന്നു. കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൗസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ താൽക്കാലിക വിശ്രമം. പൊഴിയൂർ, പാറശാല, മാരായമുട്ടം, വിളപ്പിശാല, ആറ്റിങ്ങൽ, മംഗലപുരം, മലയിൻകീഴ്, വെഞ്ഞാറമൂട്, വർക്കല, വിതുര, പോത്തൻകോട്, പാലോട് എന്നീ സ്റ്റേഷനുകളിലെ കുറേയേറെ ഉദ്യോഗസ്ഥർക്ക് കോളേജിൽ ബ്ലോക്ക് തിരിച്ചായിരുന്നു ഡ്യൂട്ടി നൽകിയിരുന്നതും. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഗതാഗതവും തടഞ്ഞു. ശബരിമല സീസൺ ആരംഭിച്ചതിനാൽ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റം കണ്ട് അന്തം വിടേണ്ട അവസ്ഥയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കും. ഇത്രയധികം സെക്യൂരിറ്റി സിസ്റ്റം പ്രധാനമന്ത്രിക്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് പകരക്കാരനായി കേരള പ്രധാനമന്ത്രി എന്ന ലേബലിൽ ഇപ്പോൾ വിലസുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയന്റെ പേടി കൊണ്ടാണോ അതോ താൻ എന്തോ മഹാസംഭവമാണ് എന്ന് നാട്ടുകാരെ മനസ്സിലാക്കിക്കാനുള്ള വ്യഗ്രത കൊണ്ടാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതെന്ന് വ്യക്തമാകുന്നില്ല.